സിനിമയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ നോക്കി കാത്തിരുന്ന ഒരു മാസമായിരുന്നു ഫെബ്രുവരി. അനൗൺസ്മെൻറ്റ് മുതൽ ത്രില്ലടിപ്പിച്ച് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച സിനിമകൾ റിലീസായൊരു മാസം. മന്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ വെയിറ്റിംഗ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് വെർത്തായിരുന്നു എന്ന് നമുക്കങ്ങനെ ബോധ്യപ്പെടുകയാണ്. സുഷിൻ ശ്യാം പറയും പോലെ ചുരുക്കി പറഞ്ഞ മലയാള ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റിയ മാസം. അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ തുടർച്ചയായി വന്ന 4 സിനിമകൾ സൂപ്പർ ഹിറ്റുകളാകുന്ന സന്തോഷം തരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വ്യത്യസ്ത ജോണറുകളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റുകൾ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിൽ ഒരുങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തുവിനെയും റൊമാൻറ്റിക് കോമഡി ജോണറിലെത്തിയ പ്രേമലുവിനെയും മലയാള സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരു കൈയും നീട്ടിയാണ്. ടൊവിനോയുടെ പോലീസ് വേഷം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഗിരീഷ് ഏടിയുടെ പ്രേമലു എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രണയിപ്പിച്ചും അങ്ങനെ കടന്നുപോയി. അപ്പോഴും വെറുതെ അങ്ങ് പോയില്ല. പോകുന്ന പോക്കിൽ UK-യിൽ മലയാള സിനിമകളിലെ കളക്ഷനിൽ 2ാം സ്ഥാനത്തെത്തി. മലയാളത്തിലെ ഹിറ്റുകളിലൊന്നായ ലൂസിഫറിനെയും അങ്ങ് മറികടന്നു. പ്രേമത്തിന് ശേഷം ആളുകൾ 2-3 തവണ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയ കാഴ്ചയും പ്രേമലു സമ്മാനിച്ചു. പിന്നീട് വന്ന മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയം മുതലുള്ള ഓരോ അപ്ഡേഷനും മലയാളികൾക്ക് വാവ് ഫീലിങ്സ് നൽകിക്കൊണ്ടിരുന്ന സിനിമയാണ്. അപ്പോൾ പിന്നെ തിയേറ്ററിൽ വരുമ്പോഴുള്ള പൂരം പറയാനുണ്ടോ? അതും ഹിറ്റ്. എല്ലാ ഷോയും ഹൗസ്ഫുൾ. അങ്ങനെ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം 50 കോടി ക്ലബിൽ അങ്ങെത്തി. അവസാനം ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സിനെ വേണേൽ കൂട്ടത്തിലെ കൊമ്പനെന്ന് നമുക്ക് പറയാം. സുഷിൻ ശ്യാമിൻ്റെ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് സീൻ മാറ്റും എന്നൊരൊറ്റ ഡയലോഗിൽ കയറിപ്പോയ ഹൈപ്പ് ഇപ്പോൾ എത്തിച്ചെന്ന് നിൽക്കുന്നത് ആഗോളതലത്തിൽ 40 കോടിയിലധികം കളക്ഷൻ നേടിക്കൊണ്ടാണ്. മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവിംഗ് ത്രില്ലർ കൂടിയായ ചിത്രം മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയായിരിക്കുകയാണ്. 2023 തിയേറ്ററുകളിലേക്കുള്ള പ്രേക്ഷകരുടെ ഒഴുക്കിന് വലിയൊരു കുറവ് വന്നപ്പോൾ ഇനി മലയാള സിനിമയ്ക്ക് തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് വരെയുള്ള വിധിയെഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നല്ല ഒത്ത മറുപടി പല ചിത്രങ്ങളിലൂടെ നൽകിയാണ് മോളിവുഡും ഫെബ്രുവരിയും കടന്നുപോകുന്നത്. റിവ്യൂവേഴ്സിനെ നോക്കി നിൽക്കാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മനസ്സറിഞ്ഞാണ് എല്ലാവിധ സിനിമാ പ്രേമികളും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഫെബ്രുവരി വിൽ ഫിക്സ് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്ന കോമൺ മീം. അതിപ്പോൾ കറക്റ്റായിരിക്കുകയാണ്. പോയ വർഷം മലയാള സിനിമയ്ക്ക് അത്ര നല്ലതല്ലായിരുന്നു എന്ന് കരുതി പ്രതീക്ഷകൾ അങ്ങനെ പെട്ടെന്ന് കൈവിട്ട് കളയേണ്ട ഒന്നല്ലെന്ന് ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മോളിവുഡ്. അതിനെല്ലാം ഉപരി പല കോണിൽ നിന്നുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വിജയങ്ങൾ. തമിഴിലെ പ്രമുഖ PROയും ട്രേഡ് അനലിസ്റ്റുമായ കാർത്തിക് രവിവർമ്മ മലയാളത്തിലെ ഹിറ്റുകൾ ഊതിപ്പെരിപ്പിച്ചതാണെന്നും മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്ന് വരെ പറഞ്ഞു. അങ്ങനെയുള്ള പലവിധ വിമർശനങ്ങൾക്ക് മോളിവുഡ് മറുപടി കൊടുത്തു കഴിഞ്ഞു. വിക്രമാദിത്യൻ സിനിമയിലെ ദുൽഖറിൻ്റെ കഥാപാത്രം അനൂപ് മേനോൻ്റെ ക്യാരക്ടറിന് കൊടുക്കുന്ന പോലൊരു മറുപടി. അതെ, മലയാളിക്ക് ഈ ഫെബ്രുവരി മാസം ഒരല്പം പേഴ്സണലാണ്.